അനുഗ്രഹദാതാവിനെ വിസ്മരിക്കരുത്. ആകയാൽ നിങ്ങൾ എന്നെ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ സൂറ ബഖറയിലെ 152 ആയത്താണ് നമുക്ക് ചിന്തയിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അനുബന്ധമായി ചേർത്ത് വായിക്കുമ്പോൾ നന്ദി കാണിക്കാൻ ഒരു മനുഷ്യൻ ഏറ്റവും അധികം ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണല്ലോ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഹിദായത്ത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. കാരണം അതില്ലെങ്കിൽ വേറൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ദുനിയാവ് മൊത്തം കിട്ടി, ഹിദായത്തില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരുട്ടാണ്. എന്നാൽ നേരെ മറിച്ച് വേറെ പലതും ഇല്ല, പക്ഷെ ഹിദായത്തുണ്ട്, അത് മതി അവനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവൻ്റെ വിശ്വാസവും അവൻ്റെ ജീവിതവും നേർവഴിയിൽ കൊണ്ടുപോകാനും സമാധാനത്തിനും അത് മതി. പിന്നെ അനുബന്ധമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ചെറുതും വലുതുമായ ധാരാളം അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും സമാധാനമുള്ള ഒരു സംഗതി. അപ്പോൾ അത് പറഞ്ഞപ്പോഴേ ഞാൻ കേട്ടതോ വായിച്ചതായ ഒരു സംഭവം മനസ്സിൽ ഓർമ്മ വരുന്നു. അബ്ദുല്ലാഹിബിന് മുഹമ്മദ് എന്ന് പറയുന്നൊരു താബിഈ, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമാണ്. അദ്ദേഹം ഒരു ദീർഘമായ യാത്ര ചെയ്യാണ്. ആ യാത്ര ചെയ്ത് ദീർഘയാത്രക്കിടയിൽ അയാളൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അകപ്പെടുമ്പോൾ അവിടെ ഒരു കുടില് കാണുന്നു. ആ കുടിലിനകത്ത് ചെന്ന് നോക്കുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ ആ കുടിലിനകത്ത് കിടക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ചൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കയ്യും കാലും ഇല്ല, അനക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പിന്നെ രണ്ട് ചലനശേഷി നഷ്ടപ്പെട്ടു, രണ്ടുമില്ല, കാഴ്ചയുമില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഭയങ്കര പിന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള എനിക്ക് തന്ന നിഅമത്തുകൾക്ക് നിനക്കെപ്പോഴും നന്ദി എന്ന് പറയുന്ന, പടച്ചോനെ എന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സലാം പറഞ്ഞ ഇയാൾ അങ്ങോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് ആ വ്യക്തി ചോദിച്ചു, ആരാണ്? ആരെയോ കാത്തിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു അപരിചിതരാണ്, ഞാൻ നിങ്ങളുടെ ഈ സംസാരം കേട്ടപ്പോൾ വന്നതാണ്. വന്ന സമയത്ത് എനിക്ക് തോന്നി നിങ്ങളുടെ ശരീരം ഈ അവസ്ഥയും കണ്ടപ്പോൾ, ഇത്രയും അവസ്ഥയിൽ നിങ്ങൾ ഭയങ്കര അള്ളാഹ്ക്ക് ആ ഒരു നന്ദിയുടെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതെന്താ, നിങ്ങൾക്ക് കാലില്ല, കയ്യുമില്ല, പിന്നുള്ളത് കണ്ണാണ് ഒരു മനുഷ്യൻ, അതും കാണാനില്ല, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുകയാണ്. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് അതല്ലേ ഇല്ലാത്തുള്ളൂ, ഏറ്റവും പ്രധാനമായ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ബുദ്ധി, വിവേകം, സംസാരിക്കാൻ, ഇതൊക്കെ എനിക്കുണ്ടല്ലോ, അതെനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ എപ്പോഴും സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് പടച്ചവനോട് ഒരിക്കലും അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അങ്ങനെ സംസാരത്തിനിടയിൽ അവസാനം നിങ്ങളിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് അബ്ദുല്ലാഹിബിന് മുഹമ്മദ് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല, എൻ്റെ ഒരു മോനുണ്ട്, അവന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കണത്. അപ്പോൾ കുറച്ച് ദൂരം തേടി പോയതായിരിക്കും, ഭക്ഷണം ദൂരമായിട്ട് പോയിട്ടുണ്ടാവും, വരുമായിരിക്കും. നിങ്ങൾക്ക് വേറെ എനിക്കൊന്നും ചെയ്തു തരണ്ട, എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മോൻ അവിടെ എവിടെ ഉണ്ടെങ്കിൽ ഓനൊന്ന് വേഗം ഒന്ന് പറഞ്ഞേക്കണം, വരാൻ ഒന്ന് പറയണം. കാരണം പിന്നെ കുറേ സമയമായി പോയിട്ട് തിരിച്ചു വരുന്ന കാണുന്നില്ല. അതിൽ ഇദ്ദേഹത്തിന് ആകാംക്ഷയായി പുറത്തേക്ക് ഇറങ്ങി. ഇളങ്ങനെ നടന്നു, കുറേ നടന്ന് ഒരു മരുഭൂമിയുടെ ഉള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ മകനെങ്ങനെ അന്വേഷിച്ച് നോക്കും. വിജനമായ പ്രദേശമാണ്. അവിടെ എത്തി നോക്കുമ്പോണ്ട് മൃഗങ്ങളെന്തോ അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അപ്പം അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനെ ഏതോ വന്യജീവി പിടിച്ച് കഴിച്ചിരിക്കുന്നു. അത് ഇതാകെ അപ്സെറ്റായിപ്പോയി. അങ്ങനെ അദ്ദേഹം ആ വിവരം അറിഞ്ഞു. അവിടുന്ന് എങ്ങനെ ഈ അദ്ദേഹത്തോട് പറയുമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചേതായാലും വന്നു, പറയാതിരിക്കാൻ വയ്യല്ലോ. വന്നിട്ട് ഇദ്ദേഹത്തിനോട്
പറഞ്ഞു, അയ്യൂബ് നബിയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ, അതെ. അയ്യൂബ് നബിയേക്കാൾ വലിയൊരാളാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല. അയ്യൂബ് നബിക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നല്ലോ. അതെ, നഷ്ടപ്പെട്ടിരുന്നു. അയ്യൂബ് നബിക്ക് മക്കൾ നഷ്ടപ്പെട്ടു, അസുഖം വന്നു, ഒക്കെ. അപ്പം അതേപോലെ നിങ്ങൾക്കും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ ഇല്ല, എനിക്കതിലും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ മകനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്നിങ്ങനെ ഒരു ശബ്ദിച്ചിങ്ങനെ നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, അവന് പിന്നെ ഈ ദുനിയാവിലെ തെറ്റുകളിൽ കൂടുതൽ അകപ്പെടാൻ പറ്റാതെ തന്നെ അള്ളാഹു തിരിച്ചു വിളിച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം കിടന്ന കിടപ്പിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട ഉടനെ അദ്ദേഹം അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് കുറച്ചുകൂടി എന്ത് ചെയ്യും ഇനി, ഇദ്ദേഹത്തെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ, മകൻ്റെ കാര്യം ഇതിൻ്റെ കാര്യമൊക്കെ എന്ത് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു യാത്രാസംഘം യാദർച്ഛികമായില്ല കടന്നു പോകണ കാണും. വേഗം അവരുടെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. അവരടുത്തേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, നിങ്ങളൊന്ന് വരൂ, അദ്ദേഹത്തെ മറവ് ചെയ്യണം, എന്തൊരു കർമ്മങ്ങൾ ചെയ്യണം. അവരോടി വന്ന് ഇദ്ദേഹത്തെ കണ്ടപാട് അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹമാണോ ഇത്? അപ്പോൾ ആരാണിതെന്ന് ചോദിക്കുമ്പോൾ, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയില്ലേ, ഇത് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ പേര് അബൂ ഖാലിബുൽ ജർമി എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഇദ്ദേഹം അബ്ദുല്ലാഹിബ്നു അബ്ബാസിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം തൻ്റെ നാട്ടിലെ ഗവർണറാക്കാൻ ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എനിക്കത് ആ ഉത്തരവാദിത്തം താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് മകനെയും കൂട്ടി ജീവിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹത്തിൻ്റെയും ഒക്കെ ബാക്കി അവിടെയുള്ള അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഓർത്തു ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്നുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളിലേക്കുള്ള ഫോക്കസ് അല്ല അള്ളാഹ് തന്നതിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കിട്ടിയല്ലോ. അപ്പോൾ അള്ളാഹുവിന് നമ്മൾ പറഞ്ഞ വഴിവിളക്കിലെ ആ ഒരു പിന്നെ സന്ദേശത്തിൽ സലായി വായിച്ചല്ലോ. അപ്പോൾ ആ സന്ദേശത്തിൽ നിന്നും വളരെ പ്രധാനമായി വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനത്തെയാണ് ആ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹിനെ ഓർക്കുക എന്ന് പറയുന്നത്. അതെ, രണ്ട് കാര്യങ്ങളിൽ പിശാച് മനുഷ്യൻ അള്ളാഹിനെ മറപ്പിക്കുന്ന ഒന്ന് അമിതമായ ആഹ്ലാദങ്ങളിലും സന്തോഷങ്ങളിലും പടച്ചോനെ മറന്നു പോകുന്ന ഒന്ന്. മറ്റൊന്ന് അമിതമായ ദുഃഖങ്ങളിൽ എന്ത് ചെയ്യും, ഇതിലൊന്നും ഒരു കഥല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മറന്ന് തീവ്രമായ ദുഃഖത്തിൽ വിഷാദത്തിൽ അകപ്പെടുന്ന മനുഷ്യന്മാർ നിഷേധത്തിലേക്കും പോകും. അപ്പം അവിടെയാണ് രണ്ട് ഘട്ടങ്ങളിലാണെങ്കിൽ പടച്ചോനെ ഓർക്കുമ്പോൾ അള്ളാഹ് തന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും, അമിതമായ സന്തോഷം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനേക്കാൾ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു സംയമനം പാലിക്കാൻ കഴിയും. ദുഃഖത്തിലേക്ക് പോവാതെ നമുക്ക് ബാലൻസ് ചെയ്യാനും മറ്റുള്ള സന്ദർഭത്തിലാണെങ്കിൽ പടച്ചോനെ ഓർക്കാൻ ഇത്രയല്ലേ ആയിട്ടുള്ളൂ അതൊക്കെ ഒരു മാനസികാവസ്ഥയാണ്. അതെല്ലാവർക്കും കിട്ടിക്കോണമെന്നല്ല, പക്ഷെ അത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനം. പറയാനും കേൾക്കാനും ഒക്കെ സുഖമാണ്, പക്ഷെ അത്തരം അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരണേ എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ല അനുഭവിച്ചൊരു സംഭവം ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഒരു 11 കൊല്ലത്തോളം അവിടെ നിന്ന്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഈ ഖുറാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് നമ്മൾ QHLSൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അന്ന് തോന്നുന്നു എനിക്ക് സുഹൃത്ത് ഹജ്ജാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ആയത്തിങ്ങനെ ഓതുന്ന സമയത്ത് അത്രയൊന്നും കൃത്യതയില്ലാതെ ഞാൻ ഓതുന്ന അതേ ആയത്ത് ബാക്കുന്ന ഒരാളിങ്ങനെ നമ്മൾ സദസ്സുന്ന ഒരാളിങ്ങനെ ഓതുന്നുണ്ട്. അത്ര കൃത്യതയൊന്നുമില്ല. അപ്പം ഞാനൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഓതുന്ന കൂടെ ഇവനിങ്ങനെ ഓതുകയാണ്. അപ്പം സംസാരശേഷി അത്ര തന്നെ ക്ലിയർ അല്ലാത്ത, അതുപോലെ തന്നെ മൈൻഡ് മാനസികാവസ്ഥ കൃത്യമില്ലാത്ത ഒരു ഓട്ടിസം അങ്ങനെയൊക്കെയാണ് പറയില്ല നമുക്ക്. ആ ഒരു ഭാഗത്തേക്കുള്ളൊരു കുട്ടി, ഒരു 11 വയസ്സ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവങ്ങനെ ഓതുകയാണ് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ അത് ഇങ്ങനെ ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു തർത്തീബ് നഷ്ടപ്പെടുന്നൊരവസ്ഥ വരുമല്ലോ. ഞാനെന്തായാലും അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ക്ലാസ് കഴിഞ്ഞിട്ട്
കുട്ടിയുടെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട്, ക്ലാസ്സിൻ്റെ അടുത്ത് വന്നിട്ട്, ഉമ്മയുണ്ട് വാപ്പയുണ്ട്, രണ്ടാളും അത്യാവശ്യം സ്റ്റാറ്റസുള്ള ജോലിക്കാരാണ്. അവർ ഖുർആൻ ക്ലാസ്സിന് വരും, മോനെയും കൊണ്ടുവരും. അപ്പോൾ അവർ പറയാണ് ഞങ്ങളെ കൂടെ ഇവന് പോരാൻ പറ്റുന്ന ആകെയുള്ളൊരു ചാൻസാണ് ഈ ഖുർആൻ ക്ലാസ്. അല്ലാത്ത സമയങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ജോലിക്ക് പോകും. പോണ സമയത്ത് ഇവനെ വാതിലടച്ചിട്ടാണ് പോകാറുള്ളത്. എനിക്ക് തോന്നുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴോ ഒരു സംസാരത്തിൽ പറഞ്ഞിട്ടും തോന്നുന്നു. അപ്പം ഇവർ പുറത്ത് പോകുന്ന ജോലിക്ക് പോകുന്ന സമയത്ത് ഇവനെ വാതിലടച്ച് ഇട്ട് പോകും. പക്ഷേ അപ്പോൾ നമ്മൾ രണ്ടാളും ജോലിക്കാരാണ്. അള്ളാഹു അതിൽ നമുക്ക് കിട്ടിയ മോന് ഇത്ര ഇങ്ങനെയുള്ളൊരു മോനാണ് എന്ന് വരുമ്പോൾ നിരാശയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ നിരാശയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു അനുഗ്രഹങ്ങൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അവിടെ ബാലൻസ് ക്ലിയർ ചെയ്യുക. ആ ക്ലിയർ ചെയ്യുന്നൊരവസ്ഥ കുറച്ച് ശ്രമകരമാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം സ്റ്റാറ്റസുള്ള ജോലിയും കാര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യുക, എന്താ അപ്പോൾ ഇതിങ്ങനെ അല്ലേ, ഒരു നിഷേധത്തിലേക്ക് വരെ പോകുന്നൊരവസ്ഥ വരും. അപ്പം കൃത്യമായിട്ടൊരു ഇസ്ലാമിക ചുറ്റുപാടില്ല എങ്കിൽ പ്രത്യേകിച്ചും പോകും. പക്ഷെ ഇവനെ റൂമിലിട്ട് അടച്ച് വാതിലടച്ച് ഇവർ പോകണ സമയത്ത് ഇവർ അന്ന് CD ആണ്. ഷെയ്ഖ് സുദൈസിൻ്റെ CD ഓൺ ചെയ്തിട്ടാണ് ഇവർ പോവുക. അപ്പോൾ ഇവർ വരുന്നത് വരെ ഈ റൂമിലിരിക്കും. അപ്പോൾ അവനുള്ള വെള്ളത്തിൻ്റെ ഒരു കുപ്പി അവിടെ വെച്ചിട്ടുണ്ടാവും, അല്പം ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ. മറ്റുള്ള സാധനങ്ങൾ ഈ പേനയോ കത്തിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ വെക്കാൻ പറ്റില്ല, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഈ വെള്ളക്കുപ്പി അവിടെ ഉണ്ടാവും. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇവർ വരുന്ന സമയം വരെ അവരവിടെ ഉണ്ടാവും. ഇങ്ങനെ ഇവൻ ഏകദേശം ഒരു 3 കൊല്ലത്തിൻ്റെ ഇടയിൽ ഖുർആൻ മുഴുവൻ ഇവൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഈ ഇത് കേട്ടിട്ട് CD കേട്ട് ഇവന് മനഃപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് ഞാനിങ്ങനെ ഇവരുടെ വിഷയവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. ആ സങ്കടം അല്ലെങ്കിൽ ആ ഒരു മാനസിക പരിഭവം ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു തരും, സാറേ നമുക്ക് ഇവൻ്റെ ശാരീരികാവസ്ഥയും കാര്യങ്ങളും എങ്ങനെ ആയിട്ടുള്ളൂ, ഹാഫിളായൊരു മോനെ ഞങ്ങൾക്കുള്ളത്. അതെ, ആ അവസ്ഥയെ അവർ പോസിറ്റീവായി കണ്ടു, അവർക്ക് വലിയ അനുഗ്രഹമായി. അതെ, ഹാഫിളായൊരു മോനെ ഞങ്ങൾക്കുള്ളത് തന്നെ. അതെ, ഹാഫിളായൊരു മോൻ്റെ ഉമ്മാക്കും പാപ്പാക്കുള്ള അവിടുത്തെ സ്വർഗത്തിലുള്ള അവസ്ഥ എന്താ, അള്ളൊരു താജ് വെച്ച് കൊടുക്കൂലേ. അവൻ നമ്മളെന്താ പറയാ, ആ മോനെ കൊണ്ടുപോലെ ആകെ അടങ്ങാറായി എന്നാ പറയാം അല്ലേ. ഒരു ഓട്ടിസം അതല്ല എങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മളെ സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ കുട്ടികളെ രാവിലെ ഉമ്മ വരും, അവിടെ വരാന്തയിലോ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ മേലെ ഒരു ബാക്ക് ഭാഗത്തോ ചെയറിട്ട് ഉമ്മ സ്കൂളിൽ വിടുപോലെ അവിടെ ഇരിക്കും. സ്കൂളിൽ നിന്നായിരിക്കും ഉമ്മ ഭക്ഷണം കഴിക്കുക. ആ കുട്ടിക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും ഉമ്മ വേണം, അല്ലെങ്കിൽ തിരിച്ചു വരണമെങ്കിലും ഉമ്മ വേണം, കൊണ്ടുപോകണമെങ്കിലും ഉമ്മ വേണം, ഇതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ തന്നെ പറയും ആ കുട്ടിയെ കൊണ്ടില്ലേ ഉമ്മ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പോസിറ്റീവായിട്ട് കാണുന്നുള്ളത് അതിൽ വേറെ എനിക്കൊരു പറഞ്ഞപ്പോൾ വീണ്ടും ഓർമ്മ വന്നൊരു കാര്യം വെച്ചാൽ, ചില ആളുകൾ സാഹചര്യങ്ങളെ അനുഗ്രഹമാവും, ചില ആളുകൾക്ക് നെഗറ്റീവ് അവസ്ഥകൾ പോലും, നെഗറ്റീവ് സാഹചര്യങ്ങൾ പോലും ചില ആൾക്ക് അനുഗ്രഹമാവും, ചില ആളുകൾക്ക് അത് ആ നെഗറ്റീവായിട്ട് തന്നെ പോകും. ഇപ്പോൾ ഉദാഹരണം ഒരാളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം ട്രാഫിക്കിൽ അയാൾ കുടുങ്ങും. എല്ലാവരും ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് ആകെ ശപിച്ചടങ്ങി. പക്ഷെ ഇദ്ദേഹത്തിന് ജോലിക്കിടയിൽ വരുന്ന ദിവസം 1 മണിക്കൂർ കുടുങ്ങുന്ന ട്രാഫിക്കിന് ഇയാൾ എന്ത് ചെയ്തു, അതിന് ഖുർആൻ ഓതി പോസിറ്റീവായി കണ്ടു. അങ്ങനെ അയാൾ ഹാഫിളായി. അയാൾ ഖുർആൻ്റെ ഒരു വിധമൊക്കെ അയാൾ അതുവഴി അയാൾ പഠിച്ചു വന്നു 2-3-4 കൊല്ലം കൊണ്ട്. അപ്പോൾ ആ ജോലിക്കിടയിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.